RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുമ്പോൾ മാർക്ക് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ടോ? അതോ നിങ്ങൾ നെഗറ്റീവിലേക്ക് പോവുകയാണോ? കൃത്യമായിട്ട് എക്സാമിന് വേണ്ട കണ്ടന്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? റിവിഷൻ എങ്ങനെ ചെയ്യണം, പ്രാക്ടീസ് സെഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടോ? ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്രിപ്പറേഷൻ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പോർഷൻസ് ഒരുപാട് മിച്ചം കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ എപ്പോഴും വരുത്തുകയും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയാതെ ഈ എക്സാം കടന്നു പോവുകയും ചെയ്യും. ഈ വീഡിയോ കൃത്യമായിട്ടും നിങ്ങളെ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനായിട്ട് സഹായിക്കും. ഒരിക്കൽ കൂടി സൂപ്പർ നോട്ട്സിന്റെ ഈ ഒരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തുന്നുണ്ട്. പക്ഷെ മക്കളെ, ഫെയിൽ എന്ന് പറയുന്ന ഒരു വാക്കിന് ഭയങ്കരമായിട്ടുള്ള അർത്ഥമുണ്ട്. പരാജയം എന്ന് പറയുന്ന വാക്കിന് ശക്തമായിട്ടുള്ള ഒരർത്ഥമുണ്ട്. എന്താണെന്ന് അറിയാമോ? ആ വാക്കുകൾ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മക്കളെ, എഫ് എന്ന് പറയുന്ന വാക്ക് ഫസ്റ്റ് എന്ന് വായിച്ചു നോക്കിയേ. എഫ് എന്ന് പറയുന്ന വാക്കിനെ ഫസ്റ്റ് എന്ന് വായിച്ചു നോക്കിയേ. എ എന്ന് പറയുന്ന വാക്കിനെ അറ്റംപ്റ്റ് എന്ന് വായിച്ചു നോക്കിയേ. ഐ എന്ന് പറയുന്ന വാക്ക്, ഐ എന്ന് പറയുന്ന അക്ഷരം, വാക്കല്ല അക്ഷരം, ഇന്നെന്ന് വായിച്ചാൽ, എൽ എന്ന് പറയുന്ന അക്ഷരം ലേണിംഗ് എന്ന് വായിച്ചാൽ, ഫെയിൽ എന്ന് പറയുന്ന ഇതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. നിങ്ങളുടെ പഠനത്തിലെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് പരാജയം. പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ എങ്ങനെ പഠിക്കണം എന്നതിനെ പറ്റി നിങ്ങൾ ബോധ്യവാന്മാരാകുകയുള്ളൂ. അത് പഠനം മാത്രമല്ല, ഏത് കാര്യവും ആയിക്കോട്ടെ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാകുന്നത് നിങ്ങൾ പരാജയപ്പെടുമ്പോഴാണ്. പരാജയത്തിന്റെ വക്കിൽ നിന്നാണ് നിങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നത്. ആ പാഠങ്ങളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വിജയങ്ങൾ കൊയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വരുത്തുന്ന പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് നാളെയിൽ വലിയൊരു വിജയം നേടുവാൻ, RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ആ സ്വപ്ന ജോലിയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ഈ സെഷൻ നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് തന്നെ പരാജയപ്പെടുന്നവർ, പരീക്ഷ ചെയ്യുമ്പോൾ മാർക്ക് കുറയുന്നവർ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ധാരണയില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ സെഷൻ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. കാരണം ഫെയിൽ ഇസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോകാം. മക്കൾ, നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഒരു കംഫോർട്ട് സോണിൽ തന്നെയാണ്. നിങ്ങളുടെ മാർക്ക് കൂടുന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെയാണ്. എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ? മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചിലവഴിക്കുക, കൂടുതൽ സമയം സിനിമ കാണുക, കൂടുതൽ സമയം ഗെയിമുകൾ കളിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് സമയം ചിലവഴിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് പോകുമ്പോൾ ഭാവിയിൽ നിങ്ങൾ ആവേണ്ടതിൽ നിന്ന് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും കംഫോർട്ട് സോണിൽ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് കഷ്ടപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൺട്രോളിൽ തന്നെ നിങ്ങൾ ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മക്കളെ, അങ്ങനെ ആയിരുന്നാൽ തീർച്ചയായിട്ടും RRB ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. നിങ്ങൾ അത് കടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കുറച്ച് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു സോണിലെത്തും. അതാണ് ഫിയർ സോൺ എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോൾ ഫിയർ സോണിലായിരിക്കും. കാരണം അയ്യോ, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടുമോ, എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമോ, കുറച്ച് നെഗറ്റീവ് മാർക്കുകൾ വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ ഇനി പരാജയപ്പെട്ടു പോകുമോ, ഇങ്ങനെയുള്ളൊരു ഫിയർ സോണിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ വരും. നിങ്ങൾ കുറെ എക്സ്ക്യൂസസ്, എനിക്ക് പനി വന്നുകൊണ്ടാണ് പഠിക്കാൻ പറ്റാതെ പോയത്, എനിക്ക് മറ്റേ സിനിമ കാണാൻ പോയത് കൊണ്ടാണ് പഠിക്കാൻ പറ്റാതെ പോയത്, വീട്ടിൽ ആ കാര്യം ഉണ്ടായിരുന്നു, ഈ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എക്സ്ക്യൂസസ് പറയുന്ന സമയമായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ പല ഒപ്പീനിയൻ, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഇപ്പോൾ ഫിയർ സോണിലാണ്. ഈ ഫിയർ സോണിനെ ഐഡന്റിഫൈ ചെയ്താൽ മക്കളെ, നിങ്ങൾ ലേണിംഗ് സോണിലേക്ക് എത്തും. നിങ്ങൾ ഈ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ചലഞ്ചസിനെ, നിങ്ങളുടെ പോരായ്മകളെ, നിങ്ങളുടെ പ്രോബ്ലംസിനെ കണ്ടെത്തിയാൽ, നിങ്ങൾ ആ പ്രോബ്ലംസിനെ ചലഞ്ച് ചെയ്യാനായിട്ട് തയ്യാറായാൽ നിങ്ങൾ ലേണിംഗ് സോണിലാണ്. ദെൻ കൃത്യമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ, പഠനം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, റിവിഷൻ കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോൺ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കംഫോർട്ട് സോണിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ നിങ്ങളുടെ മാർക്ക് കൂടി തുടങ്ങും, അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടി തുടങ്ങും, അവിടെ പഠിച്ചാൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിനുശേഷമാണ് മക്കളെ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താൻ പോകുന്നത്, ഗ്രോത്ത് സ്റ്റേജ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പർപ്പസുകൾ സെറ്റ് ചെയ്യും, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമുകൾ സെറ്റ് ചെയ്യും, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യും, കൃത്യമായിട്ടുള്ള ഓബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. എനിക്ക് ഈ ഗ്രൂപ്പ് ഡി നേടിയേ പറ്റൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. ഈ സിറ്റുവേഷനുള്ള കുറെ ആളുകളും എന്നെ കേൾക്കുന്നുണ്ടാവും. മക്കളെ, ഇനിയും ഇതെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോയാൽ
നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച്, നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത്, നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പോയാൽ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോൺ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് സക്സസിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു ധാരണയുമില്ല. പലരും ഈ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കും. ചിലർ ഫിയർ സോണിൽ എത്തിയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്ത് പിന്നിലേക്ക് പോകും, വീണ്ടും കംഫോർട്ട് സോണിൽ തുടങ്ങും. കുറെ ആളുകൾ ലേണിംഗ് സോണിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പഴയതിൽ തുടങ്ങേണ്ടി വരും. അങ്ങനെയല്ല, നിങ്ങൾ തുടങ്ങിയാൽ അത് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തവരെ എൻഡ് ചെയ്തോണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് കിട്ടും. അതിനെന്താണ് വഴി? ഞാൻ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് മക്കളെ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഈ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ അത് എൻ്റെ എക്സാമിനേഷൻ ആണ്. എനിക്കാണ് ഈ ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ ചെന്നൈയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 150 പേരുടെ യുവർ ആണെങ്കിൽ 150 പേരിൽ ഒരു വേക്കൻസി, 150 പേരാണ് മത്സരിക്കുക. അപ്പോൾ ഒരു വേക്കൻസി വേണ്ടി നിങ്ങൾ 150 പേരോടാണ് മത്സരിക്കാനായിട്ട് പോകുന്നത്. എക്സാക്ട്ലി മക്കളെ, നിങ്ങൾ 150 പേരോടെ മത്സരിക്കുന്നുള്ളൂ. അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അവരിൽ ഒരാളായി തീരുവാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അവരിൽ ഒന്നാമനായി തീരുവാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ദെൻ കൃത്യമായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു ലോങ് ടേം പ്ലാൻ. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്തൊരു പ്ലാൻ സെറ്റ് ചെയ്യണം. ഇന്ന ദിവസങ്ങളിൽ ഇന്ന ആഴ്ചകളിൽ ഞാൻ ഇന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ദെൻ ഓരോ ദിവസത്തേക്കുമുള്ള ഓരോരോ വർക്കുകൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഗെറ്റ് ടു വർക്ക്. നിങ്ങൾ ആ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവണം. ഈ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ തീർത്തിരിക്കും, ഇന്ന ക്ലാസ്സുകൾ കണ്ടിരിക്കും, ഇന്ന എക്സാം ചെയ്തിരിക്കും, ഇന്ന റിവിഷൻസ് ചെയ്തിരിക്കും എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണം. ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതിൽ നിന്ന് അങ്ങോട്ടും വ്യതിചലിക്കരുത്, ഇങ്ങോട്ടും വ്യതിചലിക്കരുത്. ദെൻ അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ എത്തിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് കാലം സാക്ഷിയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നിങ്ങൾ കുറെ ബുക്കുകൾ വാരി വലിച്ച് പഠിക്കുന്നുണ്ടായിരിക്കും. ഒരു കാര്യമില്ല മക്കളെ. നിങ്ങൾ എത്ര ബുക്കുകൾ വാരി വലിച്ച് പഠിച്ചാലും മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം മെനക്കെടുത്താമെന്നുള്ളതല്ലാതെ അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന GK സബ്ജക്ട്സ് മക്കളെ, ഏകദേശം 40 മാർക്കിന്റെ ടോപ്പിക്കാണ്. കാട് കയറി പഠിക്കാൻ പോയാൽ നിങ്ങളുടെ സമയനഷ്ടം ഉണ്ടാകുന്ന ഭാഗമാണ്. നിങ്ങൾ എക്സാക്ട്ലി നിങ്ങൾ ഒരു സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഒരു ബുക്കിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക, ഒരു കോച്ചിങ് സെന്ററെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമയം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. അതേസമയം പൊളിറ്റിക്ക് തന്നെ ഒരു 10 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചു, പൊളിറ്റ് പഠിച്ചു തീരാൻ സമയം കിട്ടത്തില്ല. മാത്സ് തന്നെ ഒരു 50 ബുക്ക് എടുത്ത് വെച്ചു, മാത്സ് പഠിച്ചു തീരാൻ സമയം കിട്ടത്തില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? അതുകൊണ്ട് ലിമിറ്റ് യുവർ റിസോഴ്സസ്. ഫസ്റ്റ് നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്. അനാവശ്യമായിട്ടുള്ള ബുക്കുകളെല്ലാം എടുത്ത് വെച്ച് വായിക്കും. ലിമിറ്റ് യുവർ റിസോഴ്സസ്. നിങ്ങളുടെ സമയം സേവ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒന്നാമത്തെ ടിപ്പാണ് ലിമിറ്റ് യുവർ റിസോഴ്സസ്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ ടിപ്പാണ് ടൈം ടേബിൾ. മസ്റ്റ് ആയിട്ട് മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഇന്ന് തൊട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. നിങ്ങളിൽ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മക്കളെ താഴെ കമന്റ് ചെയ്തോ. നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം താഴെ കമന്റ് ചെയ്തോ. അത് PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവരായിക്കോട്ടെ, മറ്റേത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവരായിക്കോട്ടെ, ഈ സെഷൻ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം താഴെ ഒന്ന് കമന്റ് ഇട്ടേക്കണം. ഞാൻ പറയുന്നതിലും നല്ലത് അനുഭവസ്ഥരായ നിങ്ങൾ തന്നെ പറയുമ്പോഴാണ്. അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനമാകട്ടെ. ഒരു ചെലവുമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അത് കമന്റ് ആയിട്ട് തന്നെ ഇടണം. എനിക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും എനിക്കറിയാം അത് ഗുണം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ടൈം ടേബിൾ സെറ്റ് ചെയ്യണം, ഷോർട്ട് ടേം ടൈം ടേബിളും സെറ്റ് ചെയ്യണം. ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ. നമുക്ക് എക്സാമിനേഷൻ ഏകദേശം ഒരു ജൂലൈ ലാസ്റ്റിലേക്ക് പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ മെയ് മാസമുണ്ട്, ജൂൺ മാസമുണ്ട്, ജൂലൈ മാസമുണ്ട്. ഈ 3 മാസങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു തീർക്കുമെന്ന് സെറ്റ് ചെയ്തേ. ഇന്ന ദിവസങ്ങൾ ഞാൻ എക്സാം ചെയ്യുമെന്ന് സെറ്റ് ചെയ്തേ. അതിനുശേഷം ഒരു ഷോർട്ട് ടേം ടൈം ടേബിൾ, ഓരോ ദിവസവും ടൈം ടേബിൾ. ഇന്ന് ഞാൻ ആ ലോങ് ടേം ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന സമയത്തോട് ഇന്ന സമയം വരെ പഠിച്ചു തീർക്കും, എക്സ്ട്രാ ഞാൻ ഇത്ര ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കും എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ടൈം ടേബിളിന്റെ പ്രാധാന്യം അത് നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദെൻ 3 കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് കിട്ടുക. 3 കാര്യങ്ങൾ ചേരുമ്പോൾ നിങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, നിങ്ങൾ റിവിഷൻ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമായില്ല. ഇത് 3 മക്കളെ ഒരു ട്രയാങ്കിളിൽ വരണം. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യണം. ഇതിനുള്ളിലാണെങ്കിലേ നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ. ഇതിനുള്ളിലാണെങ്കിലേ നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ റിവൈസ് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ചോദ്യം വരും, പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. കൃത്യമായ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യുക, പഠിക്കുക. പോമഡോറോ ടെക്നിക്ക് ഒക്കെ യൂസ് ചെയ്യുക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അടുത്ത 25 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 സെക്ഷൻസ് വെച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. പോമഡോറോ ടെക്നിക്ക് ഞാൻ സെഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്.
ഇനി എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? മക്കളെ, നിങ്ങൾ കാർഡ് കയറിയാണ് റിവൈസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യം പഠിച്ച സാധനം തന്നെ വീണ്ടും റിവൈസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. റിവൈസ് ചെയ്യേണ്ടത് പക്കാ പോയിന്റുകൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ, പഠിച്ചതിൽ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ അത് കണ്ടെത്തി വേണം പഠിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് മക്കളെ സൂപ്പർ നോട്ട്സ്, മൈക്രോ നോട്ട്സ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത്. മൈക്രോ നോട്ട്സിലൂടെ നോക്കി പവേഴ്സ് ഓഫ് പാർലമെന്റ്, എന്തൊക്കെയാണ് പാർലമെന്റിന്റെ പവേഴ്സ്, പാർലമെന്റ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നട്ട്ഷെൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. റിവൈസ് ചെയ്യാൻ എത്രയോ മനോഹരമായ ഭാഗമാണിത്. ദെൻ ഇമ്പോർട്ടന്റ് UN ഏജൻസീസ് ആയിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ലീഗൽ പ്രൊവിഷൻസ് ആൻഡ് ആക്ട്സ് ആയിക്കോട്ടെ, ഇന്റലിജൻസ് ഏജൻസീസ് ആയിക്കോട്ടെ, സെൻട്രൽ ആംഡ് ഫോഴ്സസ് ആയിക്കോട്ടെ, ഇതൊക്കെ സ്റ്റാറ്റിക് GKയിൽ വരുന്ന ഭാഗമാണ്. സ്റ്റാറ്റിക് GKക്ക് ഏകദേശം ചിലപ്പോൾ ഒരു 10 മാർക്ക് വരെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഒരു 7, 8, 9, 10 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നട്ട്ഷെല്ലുകളായിട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഏകദേശം 400ഓളം ടോപ്പിക്കുകൾ അടങ്ങുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ഇങ്ങനെയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക? ഇങ്ങനെ അല്ല എങ്കിൽ, നിങ്ങൾ മുഴുവൻ കാർഡടച്ച് വെടിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു ട്രബിളിലാണ്. കൃത്യമായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടായിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. ഈ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ പാടില്ല. ഇതിനെല്ലാം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തു പോയാൽ ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് സുഖമായിട്ട് നിങ്ങൾക്ക് ട്രാക്കിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ പഠിച്ചു തീർന്നില്ലയോ, നിങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ടോ, ഒരുപാട് മിസ്റ്റേക്കുകൾ കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനായിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ ദൂരീകരിച്ച് അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതിനായിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു പവർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൽ മക്കളെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഇംഗ്ലീഷാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കണ്ടോ, ഇംഗ്ലീഷ് നോട്ടുകൾ നോക്കിയോ. നോട്ടുകൾ കൃത്യമായിട്ടുള്ള PDF ഫോർമാറ്റ് നോട്ടുകളാണ്. A4 സൈസിലുള്ള PDF നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം. നമ്മൾ ലോക്കൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം. നിങ്ങൾ തരുന്ന പൈസയ്ക്ക് നമ്മൾ വേർത്തായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും. 200+ അവേഴ്സിന്റെ റെക്കോർഡഡ് സെഷനുകൾ, അതേപോലെ ലൈവ് സെഷനുകൾ ഉണ്ട്, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഡെയിലി ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ ഒക്കെ അടങ്ങുന്ന ടെസ്റ്റ് സീരീസുകളുണ്ട്. ദെൻ സ്റ്റഡി മെറ്റീരിയൽ, മോട്ടിവേഷണൽ സെഷനുകൾ, ടെലഗ്രാം ഗ്രൂപ്പ്, കസ്റ്റമർ സപ്പോർട്ട്, അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ഗ്രൂപ്പ് ഡി പവർ ബാച്ച്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായ സ്റ്റഡി പ്ലാനോടെ, കൃത്യമായ നോട്ടുകളോടെ, മൈക്രോ നോട്ട്സിലൂടെയൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകണം, പ്രാക്ടീസിലൂടെയൊക്കെ പഠിച്ചു പോകണം. ഈ സ്വപ്ന ജോലി സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം മക്കളെ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി പറയാം, 8281223366. 2025 മക്കളെ, അത് നിങ്ങളുടെ വർഷമാകട്ടെ. നന്നായി കഷ്ടപ്പെടുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ, കൃത്യമായിട്ടുള്ള നിങ്ങളെ പഠനത്തിൽ മുന്നോട്ട് നയിക്കേണ്ട വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തുക. അത് കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം മനസ്സിലാകുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്തുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. താങ്ക് യു സോ മച്ച്.